प्यारे बच्चों, आदाब। कैसे हैं आप? अच्छा है ना? ठीक है ना? ജി. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഏത് പാഠമായിരുന്നു? ഏത്? ജി. ദിൽ ലഗായെ എന്നതായിരുന്നു അല്ലേ? ദിൽ ലഗായെ എന്ന പാഠമാണ് നമ്മൾ പഠിച്ചത്. എന്തായിരുന്നു? ഹാ, ഏക്ക് ഗുഫ്തഗു, ഒരു സംഭാഷണമായിരുന്നു. കേശവ് ഔർ മാധവ്, കേശവും മാധവും തമ്മിലുള്ള ഒരു സംഭാഷണം. അപ്പോൾ കേശവ് ഔർ മാധവ് ദോനോ കി ഗുഫ്തഗു, രണ്ടുപേരുടെ സംഭാഷണം അവസാനം എങ്ങനെയാണ് നിൽക്കുന്നത്? സർക്കാർ ഇതിനു വേണ്ടി പല കദം ഉഠായേ ഹെ, പല കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട്. കൃഷി ഭവൻ സെ പേഡ് പൗധേ മിൽത്തേ ഹെ, കൃഷിഭവനിൽ നിന്നും പേഡ് പൗധേ മിൽത്തേ ഹെ, മരങ്ങളും ചെടികളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ഇന്നലെ ഒരു വർക്ക് പറഞ്ഞിരുന്നു. എന്തായിരുന്നു വർക്ക്? ഇതുപോലെയുള്ള സർക്കാരി ദഫ്തറോക്കെ നാം അല്ലേ, സർക്കാർ ഓഫീസുകളുടെ പേര് എഴുതാനുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഏതൊക്കെയായിരുന്നു? ചില സർക്കാരി ദഫ്തറോക്കെ നാം देखिए, कृषि भवन, पुलिस स्टेशन, स्कूल, डाकघर, सरकारी अस्पताल. देखिए, माधव कहता है, माधव പറയുന്നുണ്ട്, ये सब हमारे अमल का नतीजा है, ഇത് മുഴുവൻ നമ്മുടെ അമലിൻ്റെ, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ്. ഏത്? ഈ മഴ കിട്ടാതിരിക്കാനുള്ള കാരണം, മഴയുടെ യാതൊരു അഡ്രസ്സും ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് മാധവ് പറയുന്നുണ്ട്, ഏ ഹമാരെ അമൽക്കാ നതീജ ഹെ, ഇത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ബച്ചോ, ഹമാരെ ദേശ് മേ നമ്മൾ ചെയ്ത ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് ബാരിഷ് കം ഹോനേക്ക് ഉജുഹാത്ത്, ബാരിഷ് കുറയാനുള്ള കാരണങ്ങൾ. അവ ഏതൊക്കെയായിരിക്കും നിങ്ങൾക്കറിയോ? ഒന്ന് പറഞ്ഞു നോക്കൂ. जी हाँ, सही है, ठीक है. पेड़ पौधे काटना അല്ലേ? നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പേഡ് പൗധേ കാട്ടെ ഹെ, മരങ്ങൾ മുറിക്കുന്നു. മരങ്ങൾ മുറിച്ചാൽ അത് മഴ കുറയാൻ കാരണമാകും. ഇതൊരു കാരണമാണ്. വേറെ എന്തൊക്കെ കാരണങ്ങളാണ് മഴ കുറയാനുള്ള കാരണങ്ങൾ? പറഞ്ഞോളൂ. जी हाँ, और क्या है? ജംഗൽ ബർബാദ് കർണ, ജംഗൽ ബർബാദ് കർണ. പേഡ് പൗധ എന്ന് പറയുന്നതോട് കൂടെ തന്നെ നമ്മൾ പറയേണ്ട മറ്റൊന്നാണ് ജംഗൽ അല്ലേ? ജംഗൽ ബർബാദ് കർണ, അതും മഴ കുറയാനുള്ള കാരണമാണ്. വേറെ എന്തൊക്കെയാണുള്ളത്? കുന്നുമലയൊക്കെ ഇടിക്കുക അല്ലേ? അതിനെന്താ പറയാ? ചട്ടാൻ തോടിന എന്ന് പറയാം. ചട്ടാൻ തോടിന, ചട്ടാൻ തോടിനയും ബാരിഷ് കുറയാനുള്ള കാരണങ്ങൾ ഇവിടെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നദി നാലെ ഗന്ധാകർണ അല്ലേ? നദി നാലെ ഗന്ധാകർണ, പ്ലാസ്റ്റിക് ഇസ്തേമാൽ അല്ലേ? പ്ലാസ്റ്റിക് ജ്യാദ ഇസ്തേമാൽ, പ്ലാസ്റ്റിക്കിൻ്റെ അധിക ഉപയോഗം, ഇവയെല്ലാം ബാരിഷ് കുറയാനുള്ള കാരണമാണ്. ബച്ചോ, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഒരു പ്രവർത്തനം ഇതാണ്. മാധവ് കഹ്താ ഹെ കെ യെ സബ് ഹമാരെ അമൽ കാ നതീജ ഹെ. बच्चों, हमारे देश, हमारे ऐसे कौन से अमल है जिनकी वजह से बारिश कम होती है? 2-3 जुमलों में लिखिए. മാധവ് പറയുന്നുണ്ട്, ഇവ മുഴുവൻ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. കുട്ടികളെ, നമ്മുടെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് മഴ കുറയാനുള്ള കാരണമായിട്ടുള്ളത്? 2-3 സെൻറ്റൻസ് എഴുതാനാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക? ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതുക കേട്ടോ. മരം വെട്ടാൻ പാടില്ല, മരം വെട്ടുന്നത് ഒരു കാരണമാണ്. ജംഗൽ ബർബാദ് കർണ, ചട്ടാൻ തോടിന അല്ലേ? നദീ നാലെ ഗന്ധാകർണ, ഇവയെല്ലാം അവയുടെ ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്കറിയാവുന്നത് കൂടി കൂട്ടി എഴുതുക. ഓക്കെ, തയ്യാറല്ലേ? ടീച്ചർക്ക് അയച്ചു കൊടുക്കില്ലേ? ജി ഹാ. ഇങ്ങനെ മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഖേത്ത് എങ്ങനെയായിരിക്കും? ഹരേ ഭരേ ഹോത്തേ ഹെ, ഹരേ ഭരേ ഹോത്തേ ഹെ. ഹരേ ഭരേ ഹോത്തേ എന്ന് പറഞ്ഞാൽ പച്ച നിറഞ്ഞിട്ടുണ്ടാവും. അവിടെ എന്തുണ്ടാവും? ഖേത്തിൽ എന്തൊക്കെ ഉണ്ടാവും?
ആ അനാജുണ്ടാവും, ഓർ തർക്കാരിയ ഹോത്തെ ഹെ, ഓർ ഫൽ ഹോത്തെ ഹെ, ഇവയെല്ലാം ഉണ്ടാവും അല്ലേ? ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് അനാജിൻ്റെയും തർക്കാരിയുടെയും ഫല്ലിൻ്റെയും പേരൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? എന്നാൽ നിങ്ങൾക്കൊരു 3-4 ചിത്രങ്ങൾ കാണിച്ചു തരാം. നിങ്ങളതിൻ്റെ പേര് പറയണം. പറയോ? തയ്യാർ ഹെ? ജി യേ ദേഖിയേ. ദേഖാ ഹെ? हाँ नहीं मालूम. ഉറുദു അറിയില്ല? ഉറുദു അറിയില്ല? മലയാളം പറയും. ആ जी हाँ, നെല്ലിക്ക അല്ലേ? നെല്ലിക്ക. നെല്ലിക്ക को उर्दू में आमला कहते हैं. क्या कहते हैं? आमला. आमला. ഇനി മറക്കരുത്. ഇനി ഉറുദു അറിയണം, മലയാളം അറിയണം, എല്ലാം അറിയണം കേട്ടോ. ആംല. जी हाँ. और ये देखिए, ये कौन सा फल है? ഏതാ? हाँ, कटहल. हमारे केरला का रियासती फल है. കേരളത്തിൻ്റെ ഔദ്യോഗിക പഴമാണ് ഏത്? कटहल, चक्का. और ये तस्वीर देखिए, ये क्या है? क्या है? जी अमरूद है. अमरूद. अमरूद पेरका. और ये देखिए क्या है? आम. എല്ലാവർക്കും അറിയാം ആം. ആം ഹമാര കൗമി ഫൽ ഹെ. ഇനി ഇവയുടെ 4 ചിത്രങ്ങൾ പറഞ്ഞു. ഏതെല്ലാം പറഞ്ഞു? ആംല, കട്ഹൽ, അമ്രൂദ്, ആം. ഈ 4 പഴങ്ങളുണ്ടാകുന്ന പേട്. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ എന്താണ്? പേടുണ്ടായാലേ മഴയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഈ പറയപ്പെട്ട പഴങ്ങളൊക്കെ ഉള്ള നല്ല മനോഹരമായ വൃക്ഷങ്ങൾ നമ്മൾ നട്ട്. അപ്പോൾ ആ വൃക്ഷങ്ങൾക്ക് എങ്ങനെ പറയാം ഉറുദുവിൽ? ദേഖിയേ, ഒന്നാമത് നമ്മൾ പറഞ്ഞ നെല്ലിക്കയാണ് അല്ലേ? നെല്ലിക്ക മരത്തിൻ്റെ പേര് ഞാൻ ഉറുദുവിലുള്ള പേര് ഞാൻ പറയും. ബാക്കിയുള്ളത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. നെല്ലിക്കക്ക് എന്താ പറയുക? ആംല, കട്ഹൽ, അമ്രൂദ് ഓർ ആം. 4 പഴങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഒന്നിൻ്റെ ഞാൻ പറയും, ബാക്കി നിങ്ങൾ എഴുതണം, ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. മറക്കരുത്. നെല്ലിക്ക മരത്തിന് പറയുന്ന പേര് ആംല കാ പേട് എന്നതാണ്. ആംല കാ പേട്. ആംല കാ പേട്. നെല്ലിമരം കേട്ടോ. നെല്ലിമരം. നെല്ലിമരത്തിന് ആംല കാ പേട് എന്നതാണ് ഉറുദുവിൽ പറയാം. ഇനി പ്ലാവിൻ്റെയും മാവിൻ്റെയും അതുപോലെ പേരക്ക മരത്തിൻ്റെ പേരൊക്കെ ഉറുദുവിൽ എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. റെഡിയല്ലേ? തയ്യാറല്ലേ? ജി ബച്ചോ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെയാണ് കാരണങ്ങളെന്ന് ആർക്ക് മനസ്സിലായി? കേശവന് മനസ്സിലായി. മാധവ് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള. പിന്നെ അവസാനം പറഞ്ഞു എന്ത്? കൃഷിഭവനിൽ പോയാൽ നല്ല തൈ കിട്ടും. കൃഷിഭവനിൽ പോയാൽ നല്ല തൈ കിട്ടും. ആ തൈ വെച്ചാൽ നല്ല മരങ്ങൾ ഉണ്ടാവും, പഴങ്ങളൊക്കെ ലഭിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അഗലേ ദിൻ കേശവ് ബായി കൃഷിഭവൻ പहुंचे. ഇത് കേട്ടപ്പോൾ അടുത്ത ദിവസം തന്നെ കേശവ് ബായി എങ്ങോട്ട് പോയി? കൃഷിഭവനിക്ക് പോയി. കൃഷിഭവനിലെത്തിയിട്ട് വഹാം ആരുണ്ടാവും? കൃഷിഭവൻ മേ കൃഷി ഓഫീസർ ഹോഗ. കൃഷി ഓഫീസർ ഹോഗ. അങ്ങനെ കൃഷി ഓഫീസറുമായി മുലാഖാത്ത് ഹുയി. കൃഷി ഓഫീസറെ കണ്ടുമുട്ടി. എന്തിനാണ് പോകുന്നത്? തൈ വാങ്ങാനാണ് പോകുന്നത്. അവരെന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങളാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും? നമ്മൾ ഓഫീസിൽ പോവുകയാണ്. നമ്മൾ കേശവാണ്. കേശവ് ഓഫീസിൽ പോകുമ്പോൾ കൃഷി ഓഫീസർ അവിടെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദാബ് പറയണം അല്ലേ? ആദാബ് സാഹബ്, ആദാബ്. കൃഷി ഓഫീസർ പറയണം. എന്തു പറയും? ആദാബ് പറഞ്ഞാൽ പിന്നെ തിരിച്ച് ജി ആദാബ് ആയിയേ ബൈറ്റിയേ അല്ലേ? ഓഫീസിൽ പോകുമ്പോൾ ആ ഓഫീസിൽ നമ്മൾ പോവും. ആയിയേ ബൈറ്റിയേ ഇരിക്കൂ. അപ്പോൾ എന്തു ചെയ്യുക? പിന്നെ കൃഷി ഓഫീസർ ചോദിക്കും. എന്ത് ചോദിക്കും? ആപ് ക്യോ ആയേ? ആപ് ക്യോ ആയേ? എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളെന്തിനാണ്
വന്നത് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അബ് ക്യോ ആയേ, നിങ്ങൾ എന്തിനു വന്നു? കേശവ് പറയണ എന്തിനാ വന്നത്? പറയും മക്കളെ. പൗധ അല്ലേ, പൗധ മിൽനെ കെ ലിയെ അല്ലെ പൗധ കെ ലിയെ, പൗധ ലേനെ കെ ലിയെ അങ്ങനെയും പറയാം അല്ലേ. പൗധ ലേനെ കെ ലിയെ, പൗധ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നത്, പൗധ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്, കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കൃഷി ഓഫീസറിലെ കൃഷിഭവനിൽ ഒരുപാട് പൗധകളുണ്ട്, ഒരുപാട് പൗധകളുണ്ട്. ഏതൊക്കെയുണ്ട്? ആംക പൗധ ഉണ്ട്, കട്ട്ഹൽക്ക അല്ലേ, ആംക പൗധ, കട്ട്ഹൽക്ക പൗധ, ആംലാക്ക പൗധ, ഇങ്ങനെ ഒരുപാട് പൗധകൾ എവിടെ ഉണ്ട്? കൃഷി ഓഫീസിലുണ്ട്. അപ്പോൾ കൃഷി ഓഫീസർ ചോദിക്കും, എന്താ ചോദിക്കുക? കുറേ ഉണ്ടാവുമ്പോൾ കൃഷി ഓഫീസർ കേശവനോട് ചോദിച്ചും കോൺസാ പൗധ ചാഹിയേ അല്ലേ, കോൺസാ പൗധ ചാഹിയേ, ഏത് പൗധയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇവിടെ കുറേ പൗധകളുണ്ട്, എന്തിൻ്റെ പൗധകളാണ് നിങ്ങൾക്ക് വേണ്ടത്? കേശവ് പറയണം, ആവശ്യമുള്ള പൗധകൾ കേശവ് പറയും. മുझे आम का पौधा, कटहल का पौधा और अमरूद का पौधा चाहिए. മനസ്സിലായോ? मुझे आम का पौधा, आमला का पौधा और अमरूद का पौधा चाहिए. അപ്പോൾ കൃഷി ഓഫീസർ പറയും ജി ठीक है ये ले लो അല്ലേ, ജി ठीक है ये ले लो, ശരി നിങ്ങളിത് കൊണ്ടുപോയിക്കോളൂ. കേശവ് വെറുതെ പോകാൻ പാടില്ല, എന്ത് പറയണം? ശുക്രിയ അല്ലേ, ശുക്രിയ പറയാം അല്ലേ, ശുക്രിയ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? തിരിച്ചു പോവാം. അപ്പോൾ ആദാബ് പറയാം, ആദാബ് പറയുമ്പോൾ കൃഷി ഓഫീസർ ആദാബ് പറയണം. പിന്നീട് എന്ത് ചെയ്യണം? ആയേ ബൈട്ടിയേ ആപ് ക്യോം ആയേ, നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പോൾ പറയണം, കേശവ് പറയും മേ പൗധ ലേനെ കെ ലിയെ ആയ അല്ലേ, മേ പൗധ ലേനെ കെ ലിയെ ആയ, ഞാൻ പിന്നെ പൗധ കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോൾ കോൺസാ പൗധ ചാഹിയേ, എന്തിൻ്റെ പൗധയാണ് വേണ്ടത്? മുझे ആം കാ പൗധ, ആംല കാ പൗധ और अमरूद का पौधा चाहिए. जी ठीक है ये ले लो, കൊണ്ടുപോയിക്കോളൂ, ശുക്രിയ. മനസ്സിലായല്ലോ? जी देखिए हमारे दर्सी किताब में एक ऐसी സർഗർമി ഹെ, ഇതുപോലെ ഒരു പ്രവർത്തനമുണ്ട്. ആരൊക്കെ തമ്മിലാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കൃഷി ഓഫീസറും കേശവും തമ്മിലുള്ള ഈ സംഭാഷണം കൂടുതൽ മെച്ചപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക് മേ ലിഖ്ന और ടീച്ചർ കോ भेज दीजिए, ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അപ്പം ഇന്ന് ഏതൊക്കെയാണ് പ്രവർത്തനങ്ങൾ പറഞ്ഞത്? ആജ് 3 സർഗർമിയാ ഹെ, 3 സർഗർമികളുണ്ട്. ഒന്ന് देखिए, ഒന്ന് ये फल का नाम और उन फलों के पेड़ के नाम लिखिए. പഴങ്ങളുടെ പേരല്ല, പഴങ്ങളുടെ മരങ്ങളുടെ പേര് എഴുതാനാണ് ഒന്നാമത്തെ പ്രവർത്തനം. മറ്റൊരു പ്രവർത്തനം മാധവ് പറയുന്നുണ്ട്, ഏ സബ് ഹമാരെ അമൽക്കാ നത്തീജ ഹെ, നമ്മുടെ ഏതെല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ബാരിഷ് കം ഹോത്തി ഹെ, ഏതെല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ബാരിഷ് കുറയുന്നത്, ആ കാര്യങ്ങൾ എഴുതുക. മൂന്നാമത്തേത് കൃഷി ഓഫീസറും കൃഷിഭവനിലെത്തിയ കേശവനും അതുപോലെ കൃഷി ഓഫീസറും തമ്മിലുള്ള സംഭാഷണം എഴുതുക. ഈ 3 പ്രവർത്തനങ്ങളും ഭംഗിയായി നിങ്ങളുടെ മേരി പ്യാരി കിതാബിൽ എഴുതി നിങ്ങളുടെ ഉറുദു ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. വീണ്ടും കാണാം. ശുക്രിയ. ഖുദാ ഹഫീസ്.